നമസ്കാരം. ഏഷ്യൻ മാർക്കറ്റുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. നിഫ്റ്റി 23,800 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആകാനുള്ള സാധ്യതകളാണ് നൽകുന്നത്. യൂറോപ്യൻ ഫ്യൂച്ചർ 1%-ലേറെ ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ചൈനീസ് പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചകൾ രണ്ടാം ദിവസത്തിലേക്ക് കടന്നതും ചർച്ചകൾ ഏറെക്കുറെ വിജയകരമായി മാറിയതിൻ്റെയും പശ്ചാത്തലത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ ബൈയിങ് മൊമെന്റം പ്രകടമാണ്. സൗത്ത് കൊറിയയുടെ ഇൻഡെക്സ് റെക്കോർഡ് ഹൈയിലേക്കെത്തി. ജപ്പാന്റെ ഇൻഡെക്സ് 1%, ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 0.42% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൻ്റെയും പെർഫോമൻസ് ഓക്കെയാണ്. അതേസമയം ബ്രെന്റ് ക്രൂഡിൻ്റെ വില $107 പെർ ബാരൽ എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ തുടരുന്നതും രൂപയുടെ മൂല്യം റെക്കോർഡ് ലോയിലേക്ക് എത്തിയതും ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തണം എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ബൈയിങ് മൊമെന്റം ശക്തമായിരുന്നു. നിഫ്റ്റി 2%-അടുത്ത് ഉയരുകയും അണ്ടർ പെർഫോം ചെയ്തിരുന്ന പല സെക്ടറുകളിലും ബൈയിങ് മൊമെന്റം വരികയും ചെയ്തു. IT സെക്ടർ 2% ഇടിഞ്ഞതൊഴിച്ചാൽ ഫാർമ, മെറ്റൽ തുടങ്ങിയ സെക്ടറുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഫാർമ സെക്ടർ 2%, നിഫ്റ്റി മെറ്റൽ 2.04%, കൺസപ്ഷൻ 1.4%, നിഫ്റ്റി ഫിൻ, നിഫ്റ്റി ബാങ്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ 1.5%-അടുത്തും ഉയർന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 23,800 എന്ന റെസിസ്റ്റൻസ് സോണിനടുത്തായിരിക്കും ഓപ്പൺ ആവുക. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. എയ്തർ ഇൻഡസ്ട്രീസ്, ആംബർ എന്റർപ്രൈസസ് ഇന്ത്യ, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, അരവിന്ദ്, ആസാദ് എഞ്ചിനീയറിംഗ്, ബജാജ് ഇലക്ട്രിക്കൽസ്, ബാൽമീർ ലവ്റേക്ക് കമ്പനി, ബൽറാംപൂർ ചീനി മിൽസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കുപ്പിഡ്, ദീപക് നൈട്രേറ്റ്, ദേവയാനി ഇന്റർനാഷണൽ, ഫിനോടെക്സ് കെമിക്കൽ, ഫ്യൂഷൻ ഫിനാൻസ്, ഗ്ലാൻ ഫാർമ, ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ, ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, NHPC, PDC, PDS, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പ്രീമിയർ എനർജി, രത്നമണി മെറ്റൽസ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, SJVN, സിംഫണി, ടാറ്റ സ്റ്റീൽ, തങ്കമയിൽ ജ്വല്ലറി, ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തു വരാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് JSW സ്റ്റീലാണ്. JSW സ്റ്റീലിൻ്റെ റവന്യൂ 11% വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് 2,139 കോടിയിൽ നിന്നും 16,370 കോടിയിലേക്ക് ഉയർന്നു. പ്രോഫിറ്റ് ഉയർന്നത് ഓൺ ടൈം ബിസിനസ് ഗെയിൻ മൂലമാണ്. എബിറ്റ മാർജിൻ 14%-ൽ നിന്നും 16%-ലേക്ക് വർദ്ധിക്കുകയും എബിറ്റ 6,496 കോടിയിൽ നിന്നും 8,634 കോടിയിലേക്ക്, അതായത് 32% ഉയരുകയും ചെയ്തു. ദിലീപ് ബിൽഡ്കോണിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമാണ്. കമ്പനിയുടെ റവന്യൂ 25% ഇടിഞ്ഞപ്പോൾ പ്രോഫിറ്റ് 63% ഇടിഞ്ഞു. 171 കോടിയിൽ നിന്നും 62 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. എബിറ്റ മാർജിൻ 21%-ൽ നിന്നും 17%-ലേക്ക് ഇടിയുകയും എബിറ്റ 661 കോടിയിൽ നിന്നും 392 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോളോ ടയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 14% വർദ്ധിച്ചു. കമ്പനിയുടെ പ്രോഫിറ്റ് 185 കോടിയിൽ നിന്നും 631 കോടിയിലേക്ക് ഉയർന്നപ്പോൾ എബിറ്റ മാർജിൻ 7.8%-ൽ നിന്നും 9.7%-ലേക്ക് ഉയർന്നു. കമ്പനിയുടെ എബിറ്റ 42% വർദ്ധിച്ച് 498 കോടിയിൽ നിന്നും 712 കോടിയിലേക്ക് ഉയർന്നു. ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ. ടാറ്റ മോട്ടോഴ്സിൻ്റെ ജഗ്വാർ സബ് യൂണിറ്റിൻ്റെ റവന്യൂവിൽ 11%-ഓളം ഇടിവ് വന്നിട്ടുണ്ട്. കൂടാതെ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 31% ഇടിഞ്ഞ് 8,470 കോടിയിൽ നിന്നും 5,783 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 7.2% വർദ്ധിച്ച് 98,377 കോടിയിൽ നിന്നും 1,00,000 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്നാൽ എബിറ്റ 21% ഇടിയുകയും എബിറ്റ മാർജിൻ 14%-ൽ നിന്നും 10%-ലേക്ക് ഇടിയുകയും ചെയ്തു. ചമ്പൽ ഫെർട്ടിലൈസറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 13% വർദ്ധിച്ചു. പ്രോഫിറ്റ് 29% വർദ്ധിച്ച് 130 കോടിയിൽ നിന്നും 169 കോടിയിലേക്ക് എത്തി. എബിറ്റ 56% വർദ്ധിച്ച് 163 കോടിയിൽ നിന്നും 255 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 6.7%-ൽ നിന്നും 9.2%-ലേക്ക് ഉയർന്നു. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ ഇൻകം 68% വർദ്ധിക്കുകയും പ്രോഫിറ്റ് 135% ഉയരുകയും ചെയ്തു. 1,508 കോടിയിൽ നിന്നും 3,086 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. ടോട്ടൽ ഇൻകം 4,874 കോടിയിൽ നിന്നും 8,194 കോടിയിലേക്ക് ഉയർന്നു.
കിർലോസ്കർ എഞ്ചിൻ ഓയിലിൻ്റെ റവന്യൂ 21% വർദ്ധിച്ച് 1749 കോടിയിൽ നിന്നും 2116 കോടിയിലേക്ക് എത്തി. എബിറ്റ 20% വർദ്ധിച്ച് 312 കോടിയിൽ നിന്നും 375 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 17.86% നിന്നും 17.74% ഉയരുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 21% വർദ്ധിച്ച് 131 കോടിയിൽ നിന്നും 159 കോടിയിലേക്ക് എത്തി. വോൾട്ടാസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പെർഫോമൻസ് മോശമാണ്. റവന്യൂ വെറും 2% മാത്രമാണ് വർദ്ധിച്ചത്. നെറ്റ് പ്രോഫിറ്റ് 51% ഇടിഞ്ഞ് 241 കോടിയിൽ നിന്നും 161 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ മാർജിൻ 7% നിന്നും 4.5% ഇടിയുകയും എബിറ്റ 333 കോടിയിൽ നിന്നും 221 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. സീമെൻസ് എനർജി എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 52% വർദ്ധിച്ചിട്ടുണ്ട്. റവന്യൂ 27% വർദ്ധിച്ച് 2394 കോടിയിൽ നിന്നും 1880 കോടിയിലേക്ക് എത്തി. എബിറ്റ 38% ഉയരുകയും എബിറ്റ മാർജിൻ 18% നിന്നും 20% മെച്ചപ്പെടുകയും ചെയ്തു. യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 28% വർദ്ധിച്ചു. പ്രോഫിറ്റ് 28% വർദ്ധിച്ചു. റവന്യൂ 3.7% വർദ്ധിച്ചപ്പോൾ എബിറ്റ മാർജിൻ 17% നിന്നും 19%ലേക്കും എബിറ്റ 510 കോടിയിൽ നിന്നും 593 കോടിയിലേക്കും ഉയർന്നിട്ടുണ്ട്. PN ഗാഡ്ഗിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഉയർന്നെങ്കിലും എബിറ്റ മാർജിൻ 5.9% നിന്നും 3.8%ലേക്ക് ഇടിഞ്ഞത് ഒരു കൺസേണായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ പാറ്റേണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 13% ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 21% വർദ്ധിച്ച് 114 കോടിയിൽ നിന്നും 138 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 37% നിന്നും 55%ലേക്ക് ഉയർന്നപ്പോൾ എബിറ്റ 29% വർദ്ധിച്ച് 180 കോടിയിൽ നിന്നും 193 കോടിയിലേക്ക് ഉയർന്നു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 1000-ലധികം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തതുകൊണ്ട് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഭാരത് ബിജ്ലി എന്ന കമ്പനി അതിൻ്റെ ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ജൂലൈ 15-ാം തീയതിയാണ് ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. NTPC ഗ്രീൻ രാജസ്ഥാനിൽ 12.5 മെഗാവാട്ട് ശേഷിയും 50 മെഗാവാട്ട് ശേഷിയുമുള്ള 2 റിന്യൂവബിൾ സോളാർ യൂണിറ്റ് പ്രോജക്റ്റുകൾ കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മെറ്റൽ എന്ന കമ്പനി 40 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഹൈബ്രിഡ് റിന്യൂവബിൾ സപ്ലൈ എഗ്രിമെൻറ്റിൽ നിന്നും പിന്മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ 12 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് റീഫണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. സാഗർ സിമൻറ്റ് എന്ന കമ്പനി 2.80 മെഗാവാട്ട് ശേഷിയുള്ള വേസ്റ്റ് ഹീറ്റ് പവർ സിസ്റ്റം കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സാഗർ സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.